നമസ്കാരം. ശനിദശ അപഹാരം ഈ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ ലളിതമായി ദോഷപരിഹാരമായിട്ട് അനുഷ്ഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണക്കാർക്ക് ശനി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഭയമാണ്. വേറെ ഒരു കുഴപ്പമില്ല. ഈ ശനി പെയർച്ചി എന്ന രീതിയിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ക്രിയകൾ നടന്നു വരുന്നു. ശനൈശ്വരനെ മാത്രം നാം കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. ഭയം. ശനി എന്ന ഗ്രഹദേവത ശനൈശ്ചരൻ എന്നാണ് പറഞ്ഞ് ശീലിക്കേണ്ടത്. കാരണം പദം മാറിപ്പോകുമ്പോൾ അർത്ഥം, മീനിങ് എല്ലാം മാറിപ്പോകും. ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത. ശനി ഗ്രഹമാണെങ്കിൽ ഗ്രഹദേവത ശനൈശ്ചരനും അധിദേവത യമനും പ്രത്യധിദേവത പ്രജാപതിയുമാകുന്നു. ശനൈശ്വര ശ്ലോകം: നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. ഏവരും ശനൈശ്ചരൻ എന്ന് പറഞ്ഞ് ശീലിക്കുക. കാരണം പദം നേരെ ഉച്ചരിക്കുമ്പോൾ അത് വരും തലമുറയ്ക്കും അത് പകർന്ന് നൽകുവാൻ സാധിക്കും. ശനി വളരെ ദോഷപ്രദനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി ഗുണപ്രദനുമാണ്, ദോഷപ്രദനുമാണ്. ഫലത്തിലേക്ക് കടക്കുന്നില്ല. യമനാണ് ദേവത എന്ന് പറഞ്ഞു. യമനെ ഭജിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യം ഭജിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. യമൻ്റെ ശ്ലോകം നിത്യവും ജപിക്കാമോ എന്ന ചോദ്യം, കാരണം ഏവർക്കും ഭയമാണ്. യമധർമ്മനാണ്. ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. 3 നേരം സന്ധ്യാവന്ദനത്തിൽ യമൻ്റെ ശ്ലോകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യമായ ധർമ്മരാജായ മൃത്യവേച അന്തകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച ഔദുംബരായ ദധ്നായ നീലായ പരമേഷ്ഠിനെ മൃഗോദരായ ചിത്രായ ചിത്രഗുപ്തായ വൈ നമഃ എന്ന ശ്ലോകം നിത്യവും 3 നേരം സന്ധ്യാവന്ദനം ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്. ശ്ലോകം ജപിക്കാം. ഒരു ദോഷവും ഇല്ല എന്നുള്ളത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. യമനെ പ്രാർത്ഥിച്ചാൽ ഇനി നാളെ മൃത്യു വരുമോ എന്നൊന്നും ആവശ്യമില്ലാതെ ചിന്തിച്ച് മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. ശനൈശ്വര അഷ്ടോത്തരം നമുക്ക് ജപിക്കാം. ഇതെല്ലാം തന്നെ ലഭ്യമാണ്. ഇനി ശനിക്ക് അന്തിമഹാകാലനും ശൈവബോധാദികളും തഥാ എന്ന് മന്ദന് മലമേലുള്ള ശാസ്താവാകാം എന്ന് മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ശനിയെക്കൊണ്ട് ശിവനെയും ചിന്തിക്കുന്നു, ശാസ്താവിനെയും ചിന്തിക്കുന്നു. മന്ദശാസ്താധികം ദൈവം എന്ന് പറയുന്നു. ശാസ്താവിനെയും ചിന്തിക്കുന്നു. അർക്കപുത്രേണ വാച്യാസ്യാത് ഹനുമാൻ മാരുതാത്മജ എന്ന് മറ്റൊരു ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോൾ എന്നിങ്ങനെ ശിവൻ, ശാസ്താവ്, ഹനുമാൻ ഈ 3 ദേവതകളെ ഭജിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ ശനി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ശനി ദശ അപഹാര കാലഘട്ടങ്ങളിൽ ഈ 3 ദേവതകളെയും ഭജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ശിവന് നീരാഞ്ജനം, നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക. ശാസ്താവിനും അതുപോലെ തന്നെയാണ്, എള്ളെണ്ണയാണ്. അപ്പോൾ പായസം എള്ളുമായിട്ട് ശനിയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തിരി കത്തിക്കുന്നു, പായസം നേദിക്കുന്നു എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം തോറും ഹനുമത് ഭജനം, ഹനുമാൻ ചാലീസ, ഹനുമാൻ അഷ്ടോത്തരം എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ ലഭ്യമാണ്. അപ്പം ശ്ലോകരൂപേണയുള്ളത് ജപിക്കുക എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ശ്ലോകത്തിൽ ഇത്ര ഭ്രമം എന്ന് ചോദിക്കരുത്. കാരണം ശ്ലോകം ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. മൂലമന്ത്രം ചെറുതാകുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ ബീജത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് വളരെ പ്രയാസമാണ് സാധാരണക്കാർക്ക്. ആയതിനാലാണ് ഈ ശ്ലോകം ജപിച്ച് മുന്നോട്ട് പോരുക എന്ന് പറഞ്ഞത്. ശനിക്ക് പറഞ്ഞിട്ടുള്ളത് എള്ളായതുകൊണ്ട് ദാനം നൽകുക എന്നുള്ളതും, നീചാനാം അന്നദാനം ച ആർത്തിശാന്തയേ, ദോഷങ്ങൾ കുറയുവാനായി പാവപ്പെട്ടവർക്ക് അന്നദാനം, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ശനിയാഴ്ച തന്നെ വേണമെന്ന് നിർബന്ധമില്ല, എന്ന് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ ശനിയാഴ്ച പ്രാധാന്യം അർഹിക്കുന്നു. ആയതിനാൽ ആ ഒരു ശീലം കൂടി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോരുന്നതാകയാൽ നമ്മളുടെ കുട്ടികൾ അത് കണ്ട് പഠിക്കും. ആ ശീലം അച്ഛനമ്മമാർ ഇത് ചെയ്തിരുന്നു, ശനിയാഴ്ച തോറും ഭക്ഷണം കൊടുക്കുകയാണ് എന്നുള്ള ഓർമ്മ വന്ന് ആ ശീലം കുട്ടികൾ ഏറ്റെടുത്ത് വരും തലമുറ അത് ചെയ്ത് മുന്നോട്ട് പോരും. ഇതൊരു സത്പ്രവൃത്തിയാണെങ്കിൽ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. നമസ്കാരം.